ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് എജു ട്രാക്ക്. കൊമേഴ്സുകാർക്ക് ഏറ്റവും നല്ല അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേരള PSCയുടെ കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2015 ഇതിനു മുമ്പ് കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന പേരിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2015 ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് സിലബസിന്റെ ഒരു ഔട്ട്ലൈൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. 2015 4 ഭാഗങ്ങളായിട്ടായിരുന്നു സിലബസ് ഉണ്ടായിരുന്നത്. പാർട്ട് 1 അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പാർട്ട് 2 ലോയുടെ ഭാഗത്ത് ഈ പ്രാവശ്യം GST ആക്ട് കൂടെ ഉണ്ടായിരിക്കും. പാർട്ട് 3 സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, social welfare legislations and programs, part 4 renaissance in Kerala, general knowledge and current affairs. ഈ പ്രാവശ്യം നമുക്ക് ജനറൽ പേപ്പർ ഉണ്ടാവോ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. സിലബസ് വന്നാൽ മാത്രമേ നമുക്ക് അത് ഉറപ്പുവരുത്താനായിട്ട് കഴിയുള്ളൂ. നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമ്മളെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമുക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റും ലോയും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അത് നമുക്ക് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ബാലൻസ് ഷീറ്റ് ഷോസ്. ബാലൻസ് ഷീറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഡൈനാമിക് ഫിനാൻഷ്യൽ പൊസിഷൻ, ബി ഫണ്ട് ഫ്ലോ പൊസിഷൻ, സി സ്റ്റാറ്റിക് ഫിനാൻഷ്യൽ പൊസിഷൻ, then D none of this. Option C static financial position. Second one, cash payment as interest on debentures and loan is a dash activity. ഡിബഞ്ചേഴ്സിനും ലോണും നൽകുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഏത് തരം ആക്ടിവിറ്റി ആണ്? ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ബി ഫിനാൻസിംഗ് ആക്ടിവിറ്റി, സി ലെൻഡിംഗ് ആക്ടിവിറ്റി, ഡി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. The answer is financing activity. Then third one, the portion of the value of work that the architect of the contractee agrees as to have been done is. ഈ ഒരു ക്വസ്റ്റ്യൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ കോൺട്രാക്ട് കോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർക്കിടെക്ട് ചെയ്തതായി അഗ്രി ചെയ്യുന്ന വാല്യൂ ഓഫ് വർക്കിന്റെ പോർഷനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ വർക്ക് റിറ്റൈൻഡ്, ബി വർക്ക് കംപ്ലീറ്റഡ്, സി വർക്ക് അൺസർട്ടിഫൈഡ്, ഡി വർക്ക് സർട്ടിഫൈഡ്. The answer is work certified. Then next, works on cost is otherwise called. Works on cost ന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻ എ വർക്ക്സ് ഓവർഹെഡ്, ബി വർക്ക്സ് കോസ്റ്റ്, സി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഡി പ്രൈം കോസ്റ്റ്. The answer is works overhead. Next one, in fund flow statement, fund means. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ടോട്ടൽ ക്യാപിറ്റൽ, ബി ടോട്ടൽ അസറ്റ്സ്, സി ടോട്ടൽ ക്യാഷ് ആൻഡ് ബാങ്ക്, ഡി വർക്കിംഗ് ക്യാപിറ്റൽ. ദ ആൻസർ ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. ദ നെക്സ്റ്റ്, ഡിവിഡൻഡ് ഡിക്ലയേർഡ് ഇൻ ബിറ്റ്വീൻ ടു ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ്. രണ്ട് ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഇടയിലായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ഏതാണ്? ഓപ്ഷൻ എ ഇന്റേണൽ ഡിവിഡൻഡ്, ബി ഇന്റരിം ഡിവിഡൻഡ്, സി ഫൈനൽ ഡിവിഡൻഡ്, ഡി സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. The answer is interim dividend. The next, the discount on reissue of forfeited shares should not exceed. Discount on reissue of forfeited shares ഒരു എമൗണ്ടിന്റെ മുകളിൽ കൂടാൻ പാടില്ല. ഏതാണത്? ഓപ്ഷൻ എ the amount paid by the original holder, B the amount unpaid by the original holder, C the called up value of shares, then D the face value of share. The answer is the amount paid by the original holder. Next one, production budget is a dash budget. Production budget ഏത് തരം ബജറ്റ് ആണ്? ഓപ്ഷൻ എ മാസ്റ്റർ ബജറ്റ്, ബി ഫിക്സ്ഡ് ബജറ്റ്, സി ഫങ്ഷണൽ ബജറ്റ്, ഡി none of this. The answer is functional budget. The next one, dash is an application of fund. താഴെ പറയുന്നതിൽ ഏതാണ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ വരുന്നത്? ഓപ്ഷൻ എ ഡിപ്രീസിയേഷൻ, ബി സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, സി പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്,
D. Fund from operation. The answer is purchase of fixed asset. Then next one, dash cost is also known as period cost. Period cost ആയി അറിയപ്പെടുന്ന കോസ്റ്റ് ഏതാണ്? വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ്, പ്രൊഡക്റ്റ് കോസ്റ്റ്, ഓൾ ഓഫ് ദിസ്. ഈ 4 ഓപ്ഷനാണ് ഉള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റിനെയാണ് നമ്മൾ പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. Then next, piecemeal distribution is in connection with. അപ്പോൾ piecemeal distribution എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയണം. സാധാരണഗതിയിൽ ഒരു ഫേമിൽ അസറ്റുകളൊക്കെ സെയിൽ ചെയ്തിട്ട് അത് ലാബിലിറ്റീസ് പെയ്ഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ piecemeal distribution എന്ന് പറയും. നമ്മൾ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണെന്ന് വരിക നമ്മൾ നോക്കാം. ഓപ്ഷൻ എ ഇൻകോർപ്പറേഷൻ ഓഫ് ഫേം, ബി കൺസൈൻമെന്റ്, സി ജോയിന്റ് വെഞ്ചർ, ഡി ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അപ്പോൾ ഇവിടെ ആൻസർ എന്തായാലും ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ് വരിക. പാർട്ണർഷിപ്പിൽ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അസറ്റുകളൊക്കെ വിറ്റിട്ട് ആ വിറ്റ എമൗണ്ടിൽ നിന്നും ലാബിലിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പെയ്ഡ് ഓഫ് ചെയ്യും. ആ ഒരു മെത്തേഡിനെയാണ് piecemeal distribution എന്ന് പറയുന്നത്. The next one, dash commission is given for bearing risk of bad debts. ബാഡ് ഡെപ്റ്റ് റിസ്ക് ബിയർ ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്ന കമ്മീഷനെ പറയുന്ന പേരാണ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡെൽക്രീഡിയർ കമ്മീഷൻ, ബി ഓവർ റൈഡിംഗ് കമ്മീഷൻ, സി സ്പെഷ്യൽ കമ്മീഷൻ, ഡി ബ്രോക്കറേജ് കമ്മീഷൻ. ആൻസർ എ ആണ്, ഓപ്ഷൻ എ ആണ്, ഡെൽക്രീഡിയർ കമ്മീഷൻ എന്നാണ് പറയുന്നത്. ഇതിൽ ഓവർ റൈഡിംഗ് കമ്മീഷൻ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓവർ റൈഡിംഗ് കമ്മീഷൻ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വരുന്നത് കമ്മീഷനാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു ടെറിട്ടറിയിൽ കൂടുതൽ ആളുകളെ ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്നവർക്ക് ആ ഒരു ഏജന്റിന് നൽകുന്ന കമ്മീഷനാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. മറ്റ് സ്പെഷ്യൽ കമ്മീഷനും ബ്രോക്കറേജ് കമ്മീഷനും സാധാരണ വരുന്ന കമ്മീഷനാണ്. അപ്പോൾ ബാഡ് ഡെപ്റ്റിന്റെ റിസ്ക് ബിയർ ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്ന കമ്മീഷൻ, നേരിട്ട് നൽകുന്ന കമ്മീഷനാണ് ഡെൽക്രീഡിയർ കമ്മീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ കണക്ഷൻ വിത്ത്. ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ ക്രെഡിറ്റ് സെയിൽ, ബി ക്രെഡിറ്റ് പർച്ചേസ്, സി റിട്ടേൺ ഇൻവേർഡ്സ്, ഡി റിട്ടേൺ ഔട്ട്വേർഡ്സ്. ദ ആൻസർ ഈസ് റിട്ടേൺ ഔട്ട്വേർഡ്സ്. റിട്ടേൺ ഔട്ട്വേർഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. റിട്ടേൺ ഇൻവേർഡ്സുമായി ബന്ധപ്പെട്ടാണ് ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, dash system is a method of accelerating the cash inflows. Cash inflows accelerate ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ സിസ്റ്റത്തെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ജിറ്റ്, ബി ലോക്ക് ബോക്സ്, സി ABC, ഡി ഫാക്ടറി. The answer is lock box. The next one, a buffer to meet the unanticipated increase in the usage of material is called. അപ്രതീക്ഷിതമായിട്ട് മെറ്റീരിയൽ യൂസേജ് വരികയാണെങ്കിൽ, അതിൻ്റെ വർധനവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന സ്റ്റോക്കിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ മിനിമം സ്റ്റോക്ക്, ഓപ്ഷൻ ബി മാക്സിമം സ്റ്റോക്ക്, ഓപ്ഷൻ സി സേഫ്റ്റി സ്റ്റോക്ക്, ഓപ്ഷൻ ഡി ഡേഞ്ചർ ലെവൽ സ്റ്റോക്ക്. ഏത് സ്റ്റോക്കാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് മെറ്റീരിയൽ യൂസേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Answer is safety stock. The next one, a project requires an initial investment of rupees 8 lakh with annual cash inflow of rupees 2 lakh for 5 years. Its payback period is. ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് വരുന്ന പ്രോബ്ലം ആണ്. സിമ്പിൾ ആയിട്ട് പേബാക്ക് പീരീഡ് നമുക്ക് കിട്ടും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ദാറ്റ് ഈസ് ആൻസർ ഈസ് 4 years. The next one, assets sold by a firm in the capital market to raise fund is called. ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു ഫേം അസറ്റ് സോൾഡ് ചെയ്യുന്ന ആ അസറ്റിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ റിയൽ അസറ്റ്സ്, ബി ഫിക്ടീഷ്യസ് അസറ്റ്, സി ഫിനാൻഷ്യൽ അസറ്റ്സ്, ഡി കറന്റ് അസറ്റ്. ദ ആൻസർ ഈസ് ഫിനാൻഷ്യൽ അസറ്റ്. നെക്സ്റ്റ് വൺ, capital gearing refers to the relationship between equity capital and equity capitalum താഴെ പറയുന്നവയിൽ ഏത് ടേമും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത്? എ ക്രെഡിറ്റേഴ്സ്, ബി റിസർവ്സ്, സി ഷോർട്ട് ടേം ഡെപ്റ്റ്സ്,
D. Long-term debts. The answer is long-term debts. Long-term debtഉം ഇക്വിറ്റി ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. The next one, profitability index is a method of. Profitability index എന്ന് പറയുന്നത് എന്താണ്? Preparing an index. B. Ascertaining profitability. C. Evaluation of investment projects. D. Ascertaining the financial position. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഇവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ അതിൽ അർജൻസി മെത്തേഡ്, പേ ബാക്ക് പീരീഡ്, NPV, IRR വരുന്ന ഏരിയ ആണത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്ക്. അപ്പോൾ ഇവിടെ ആൻസർ ഈസ് ഇവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? Option A, circulating capital. B, fixed capital. C, period capital. D, all of this. The answer is circulating capital. വർക്കിംഗ് ക്യാപിറ്റലിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നത് റിവോൾവിംഗ് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ എന്ന പേരിലൊക്കെ വർക്കിംഗ് ക്യാപിറ്റലിന് പറയപ്പെടാറുണ്ട്. The next one, the method which recognizes the time value of money by combining payback with the net present value. Payback net present വാല്യൂമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ടൈം വാല്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ, പേബാക്ക് റെസിപ്രോക്കൽ മെത്തേഡ്. ബി, ഡിസ്കൗണ്ടഡ് പേബാക്ക് പീരീഡ് മെത്തേഡ്. സി, പേബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്. ദെൻ ARR, അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ദ ആൻസർ ഈസ് ഡിസ്കൗണ്ടഡ് പേബാക്ക് പീരീഡ്. ദെൻ നെക്സ്റ്റ് വൺ, the funds invested in total current asset is termed as A, working capital. B, positive working capital. C, net working capital. D, gross working capital. Working capital എന്ന് പറയുന്നത് capital required for day to day functioning of a business. ഒരു ബിസിനസിന്റെ day to day functioningന് ആവശ്യമായിട്ടുള്ള capital ആണ് working capital. അപ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെ നമ്മൾ സാധാരണഗതിയിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ആൻസർ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലാബിലിറ്റീസിനെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വെൻ കറണ്ട് അസറ്റ് എക്സീഡ്സ് കറണ്ട് ലാബിലിറ്റീസ്, അതിനാണ് നമ്മൾ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ലാബിലിറ്റീസ് ആർ ഇൻ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ടോട്ടൽ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിന് നമുക്ക് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ഇവിടെ ആൻസർ വരിക. നെക്സ്റ്റ് വൺ, the quality of management is not directly disclosed in the books of accounts because of. മാനേജ്മെന്റിന്റെ ക്വാളിറ്റി നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണത്? താഴെ പറയുന്ന കോൺസെപ്റ്റുകൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ബി, കോസ്റ്റ് കോൺസെപ്റ്റ്. സി, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ഡി, റിയലൈസേഷൻ കോൺസെപ്റ്റ്. ദ ആൻസർ ഈസ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ക്വാണ്ടിറ്റി രൂപത്തിലാണ്, പണപരമായ രീതിയിൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ക്വാളിറ്റിയുടെ രൂപത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ദ നെക്സ്റ്റ് വൺ, എമൗണ്ട് വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ പേഴ്സണൽ യൂസ് റെഡ്യൂസസ് ബോത്ത്. ഒരു പ്രൊപ്രൈറ്റർ അവരുടെ പേഴ്സണൽ യൂസേജിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെ ടേംസിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്? എ, ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ലാബിലിറ്റീസ് എന്നോ ക്യാപിറ്റൽ എന്നോ റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ബി, അസറ്റ്സ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. അസറ്റ്സ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി ആണോ? സി, എക്സ്പെൻസസ് ആൻഡ് ലാബിലിറ്റി. എക്സ്പെൻസസും ലാബിലിറ്റീസും റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഡി, നൺ ഓഫ് ദിസ്. ഹിയർ ആൻസർ ഈസ് അസറ്റ്സ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. ഒരു പ്രൊപ്രൈറ്റർ എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അസറ്റ്സ് എന്നും ഓണേഴ്സ് ഇക്വിറ്റി എന്നും അത് റെഡ്യൂസ് ചെയ്യും. ദ നെക്സ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഇക്വിറ്റി ഷെയറിന്റെ കോസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എ, ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റ്. ബി, ഗ്രോത്ത് റേറ്റ് ഓഫ് ഏർണിംഗ്സ്. സി, ബോത്ത് എ ആൻഡ് ബി. ഡി, നൺ ഓഫ് ദിസ്. ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റും ഗ്രോത്ത് റേറ്റ് ഓഫ് ഏർണിംഗ്സുമാണ് അതിന് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് റെപ്രസെന്റ് മിനിമം റിക്വയർമെന്റ് ഫോർ എക്സ്റ്റെൻഡിങ് ക്രെഡിറ്റ് ടു എ കസ്റ്റമർ. ഒരു കസ്റ്റമറിന് ക്രെഡിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു മിനിമം റിക്വയർമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേം ഏതാണ്?
ബേസിക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ മിനിമം റിക്വയർമെന്റ് എന്താണ്? ഒരു കസ്റ്റമറിന് ക്രെഡിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്രൈറ്റീരിയ വെക്കും. ആ ക്രൈറ്റീരിയക്ക് പറയുന്ന പേരെന്താണ്? എ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്, ബി ക്രെഡിറ്റ് റേറ്റിംഗ്, സി ക്രെഡിറ്റ് ഇവാലുവേഷൻ, ഡി ക്രെഡിറ്റ് കാർഡ്സ്. Then here answer is credit standard. Next one, the difference between the total present value of a stream of cash flow of a given rate of discount and the initial capital outlay is known as. Given rate of discount le initial capital outlay അതുപോലെ തന്നെ total present value തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ initial rate of return, B accounting rate of return, C net working capital, D net present value. The answer is NPV, net present value. Then next one, according to dash approach, the total value of the firm remains constant irrespective of the debt equity mix. Debt equity mix കണക്കിലെടുക്കാതെ ടോട്ടൽ വാല്യൂ ഓഫ് ദി ഫേം കോൺസ്റ്റന്റ് ആകുന്ന മെത്തേഡ് ഏതാണ്? ഏത് അപ്രോച്ച് പ്രകാരമാണ്? എ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ബി നെറ്റ് ഇൻകം അപ്രോച്ച്, സി ട്രഡീഷണൽ അപ്രോച്ച്, ഡി നൺ ഓഫ് ദിസ്. ഹിയർ ആൻസർ ഈസ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. The next one, the arbitrage process is the operational justification of. Arbitrage process ഏത് ജസ്റ്റിഫിക്കേഷനിലാണ് വരുന്നത്? എ ഡെറിവേറ്റീവ്സ്, ബി hypothesis, C FCCB, D ADR. Here answer is hypothesis, Modigliani-Miller hypothesis. The next one, dash refers to that EBIT level at which EPS remain the same irrespective of the debt equity mix. Debt equity mix കണക്കിലെടുക്കാതെ EBIT ലെവലിൽ EPS കോൺസ്റ്റന്റ് ആകുന്ന ഇത് എപ്പോഴാണ്? അതിന് പറയുന്ന പേരെന്താണ്? ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, B under capitalization, C over capitalization, D point of indifference. The answer is point of indifference. The next one, in case of dash factoring, the factor assumes the risk of bad debts. ഏത് ടൈപ്സ് ഓഫ് ഫാക്ടറിംഗിലാണ് ഫാക്ടർ ബാഡ് ഡെപ്റ്റ് റിസ്ക് അസ്യൂം ചെയ്യുന്നത്? എ അഡ്വാൻസ്, ബി റീകോഴ്സ്, സി നോൺ റീകോഴ്സ്, ഡി നൺ ഓഫ് ദിസ്. ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ സി നോൺ റീകോഴ്സ്. Next one, in case of firms having R greater than K, the optimum dividend policy requires dash payout ratio. R greater than K എന്ന് പറഞ്ഞാൽ R എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, K എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുള്ള ഫേമിന്റെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്രയാണ്? എത്ര പെർസെൻറ്റേജ് ആണ് വരിക? എ 100%, B 50%, C 0%, D 1%. The answer is 0%. നമുക്കറിയാം R greater than K ആവുമ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 0 ആവും. അതുപോലെ തന്നെ റിട്ടൻഷൻ റേഷ്യോ 100% ആയിരിക്കും വരിക. അങ്ങനത്തെ ഫേമുകളെ നമ്മൾ ഗ്രോത്ത് ഫേം എന്നറിയപ്പെടുക. പിന്നെ R ലെസ് ദാൻ K ആണ് എന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100% ആയിരിക്കും, റിട്ടൻഷൻ റേഷ്യോ 0 ആയിരിക്കും. അങ്ങനത്തെ ഫേമുകളെ നമ്മൾ ഡിക്ലൈനിങ് ഫേം എന്നാണ് അറിയപ്പെടുന്നത്. R ഈസ് ഈക്വൽ ടു K എന്നാണെങ്കിൽ അങ്ങനത്തെ ഫേമുകളെ നോർമൽ ഫേംസ് ആണ് അറിയപ്പെടുക. The next question, dash committee suggested inventory and receivable norms for 15 major industries. 15 major industriesന് ഇൻവെന്ററി ആൻഡ് റിസീവബിൾ നോംസ് സജസ്റ്റ് ചെയ്ത കമ്മിറ്റി ഏതാണ്? എ രംഗരാജൻ കമ്മിറ്റി, ബി ടാൻഡൻ കമ്മിറ്റി, സി കോർ കമ്മിറ്റി, ഡി മരാത്തെ കമ്മിറ്റി. The answer is ടാൻഡൻ കമ്മിറ്റി. The next, JIT inventory system was pioneered in A Japan, B USA, C Canada, D China. Answer is Japan. The next one, depreciation is included in cost in case of dash method. ഏത് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? എ പേബാക്ക് മെത്തേഡ്, ബി ഇനീഷ്യൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR, സി നെറ്റ് പ്രസന്റ് വാല്യൂ NPV, ഡി അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ ARR. The answer is ARR, accounting rate of return. Next one,
Dash is a form of equity financing designed specially for funding high risk and high reward project. High risk and high reward projectil funding നടത്തുന്ന equity financing ന്റെ ഫോമിനെ പറയുന്ന പേരെന്താണ്? A. Venture capital, B. Seed capital, C. Bridge capital, D. Set equity. Answer is venture capital. Then next one. Operating lease is favored by lessee in respect of assets which depreciate in value on account of A. Wear and tear, B. Exhaustion, C. Obsolescence, D. None of these. Answer is obsolescence. The next, stock split is a remedy for A. Undercapitalization, B. Overcapitalization, C. Capital gearing, D. Leasing. Answer is undercapitalization. The next, the accept reject results of NPV and IRR is the same if NPV യും IRR ന്റെ റിസൾട്ട് സെയിം ആകുന്നത് എപ്പോഴാണ്? Accept and reject results of NPV and IRR is the same. ഏത് കണ്ടീഷനിലാണ്? A. Projects are mutually exclusive, B. Projects are independent, C. Both A and B, D. None of this. Answer is projects are independent. The next, in India, the issue of commercial papers came into being after the recommendation of ആരുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് കൊമേഴ്സ്യൽ പേപ്പർ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്നത്? എ. ടാൻഡം കമ്മിറ്റി, ബി. കോർ കമ്മിറ്റി, സി. കണ്ണൻ കമ്മിറ്റി, ഡി. വാഗിൾ കമ്മിറ്റി. ആൻസർ ഈസ് ഡി. വാഗിൾ കമ്മിറ്റി. 2015 ചോദിച്ചിട്ടുള്ള 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 100 ക്വസ്റ്റ്യനിൽ നിന്നും 80 ക്വസ്റ്റ്യൻസ് നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആണ്. 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ജനറൽ പേപ്പറിൽ നിന്നായിരുന്നു. അതിൽ 40 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 40 ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.